ജെൻഡർ എന്ന് പറയുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റാണ്. സെക്സ് ഡിഫറൻസ് എന്ന് പറയുന്നത് ബയോളജിക്കൽ കൺസ്ട്രക്റ്റാണ്, അല്ലെങ്കിൽ ദൈവം തന്ന ഡിഫറൻസാണ്. ജെൻഡർ എന്ന് പറയുന്ന ആ കാര്യം സമൂഹം ഡിഫൈൻ ചെയ്യുന്ന സ്ത്രീ പുരുഷ റോളുകൾ, ആ ഉച്ചനീചത്വങ്ങളെല്ലാം അതിൽ വരുന്നുണ്ട്. ആ ജെൻഡർ ജസ്റ്റിസിനെ കുറിച്ചെല്ലാം നമ്മൾ ഒത്തിരി വായിക്കുന്നുണ്ട്. പക്ഷേ ജെൻഡർ ജസ്റ്റിസിന് വേണ്ടി അല്ലെങ്കിൽ ഈക്വാളിറ്റിക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഒത്തിരി പെൺകുട്ടികൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നുണ്ട്. പുരുഷനെ പോലെ ആയിരിക്കുക, പുരുഷനെ പോലെ സംസാരിക്കുക, പുരുഷൻ്റെ വസ്ത്രങ്ങൾ ധരിക്കുക, പുരുഷൻ്റെ ഹെയർ സ്റ്റൈൽ സ്വീകരിക്കുക, ബോഡി ലാംഗ്വേജ് സ്വീകരിക്കുക, അങ്ങനെ പലതരത്തിലും ഒരു തെറ്റായ ധാരണയിലൂടെ അവർ ഈ ജെൻഡർ ഈക്വാളിറ്റിയെ വ്യാഖ്യാനിക്കാറുണ്ട്. ഫെമിനിസ്റ്റ് തിങ്കിങ്ങിൽ തന്നെ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഫെമിനിസത്തിൽ ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ സ്ത്രീകൾ അവർക്ക് ദൈവം നൽകിയിരിക്കുന്ന താലന്തുകൾ അല്ലെങ്കിൽ ടാലൻസ്, അവരുടെ കഴിവുകൾ, സിദ്ധികൾ, സാധ്യതകൾ എല്ലാം വളർത്തി സമൂഹത്തിൻ്റെ നന്മയ്ക്കും അവരുടെ നന്മയ്ക്കും വേണ്ടി വളർത്തിയെടുക്കുക, ഉപയോഗിക്കുക, ആ ഒരു അഭിമാനത്തിൽ സന്തോഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. ജെൻഡർ ഈക്വാലിറ്റി എന്ന് ഉദ്ദേശിച്ചാൽ ഈ കഴിവുകൾ വളർത്തുവാൻ പരിശ്രമിക്കുന്ന സ്ത്രീ ജനങ്ങൾക്ക് എല്ലാ പ്രോത്സാഹനങ്ങളും കൊടുത്ത് അവരെ അംഗീകരിച്ച് ആദരിച്ച് തോളോട് തോൾ ചേർന്ന് വളരുക എന്നാണ് ഉദ്ദേശിക്കുന്നത്.